everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ കണ്ട കാഴ്ച ഇതാട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു ആകാശം കാണാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം, ഒന്നെല്ലാം അടുക്കി ഒതുക്കി വെക്കാമെന്ന്. ബിക്കോസ് എല്ലാം ഭയങ്കര മെസ്സായിട്ട് കിടക്കുവാണ്. എൻ്റെ ഈ മിറർ ഇരിക്കുന്ന ഈ ഒരു ഏരിയ ഭയങ്കര മെസ്സാണ്. എപ്പോഴും സാധനങ്ങൾ എടുക്കുന്നുണ്ടും വെക്കുന്നുണ്ടും എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാലും ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് പഴയ പോലെ ആവും. എന്നാലും സാരമില്ല, നമ്മുടെ ഒരു സന്തോഷത്തിനും ഒരു സാറ്റിസ്ഫാക്ഷനും വേണ്ടിയിട്ട് ഞാൻ ഒതുക്കി വെക്കുവാണ്. എനിക്ക് കുറേ പെർഫ്യൂംസ് ഉണ്ട് കേട്ടോ, ബട്ട് ഞാൻ അധികം ഒന്നും യൂസ് ചെയ്യില്ല. ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഞാൻ അതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ താഴത്തെ ആ ഒരു ഡ്രോയർ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അവിടെ കുറേ എന്തൊക്കെയോ കിടക്കുന്നത്. പിന്നെ ഉള്ളിലോട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ പുറത്തെടുത്തില്ല, അത് അവിടെ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു എൻഗേജിൻ്റെ പെർഫ്യൂം ഉണ്ടല്ലോ, ഇത് ഞാൻ ഭയങ്കര റിവ്യൂസൊക്കെ കണ്ടിട്ട് മേടിച്ചത്. പക്ഷേ എനിക്കിഷ്ടമായില്ല, എന്തോ എനിക്കറിയില്ല, എനിക്ക് ഒട്ടും ആ സ്മെല്ല് പറ്റുന്നില്ല. പിന്നെ റിട്ടേൺ കൊടുക്കാനും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കരുതി ഇരിക്കട്ടെ എന്ന്. പിന്നെ ഞാൻ താഴത്തെ ഡ്രോയർ, ഇവിടെയാണ് കുറേ സാധനങ്ങൾ കിടക്കുന്നത് കേട്ടോ, എന്തൊക്കെയോ കുറേ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കുകയാണ്, ഓരോന്ന് എടുക്കുമ്പോഴാണ് ഓരോ സാധനങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് തന്നെ അറിയുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അതിനുള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്കിനി അറേഞ്ച് ചെയ്തൊന്ന് വെക്കണം. അതിനുശേഷം ഇവിടെ ഈ കിടക്കുന്ന ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം, പിന്നെ തുടയ്ക്കുകയൊക്കെ വേണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടത്തെ എല്ലാം ക്ലീൻ ചെയ്ത് ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. നമ്മളിങ്ങനെ ചെയ്തിട്ട് വെക്കുമ്പോൾ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലേ. അതിനുശേഷം ഇതെൻ്റെ മേക്കപ്പ് പൗച്ചാട്ടോ. അപ്പോൾ 2 ഉണ്ട്, 2ലും കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടി ഒന്ന് വൃത്തിയാക്കി കഴുകി വെക്കാമെന്ന്. അപ്പോൾ ഞാൻ അത് 2ഉം എടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കഴുകിയിടാമെന്ന് കരുതിയിട്ട്. വെയിലുള്ളതുകൊണ്ട് ഞാൻ കരുതി മിക്സി ഒന്ന് ഉണക്കാനായിട്ട് വെക്കാമെന്ന്. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി എനിക്ക് വൃത്തിയാക്കാനുണ്ട്, അപ്പോൾ അതുകൂടി വൃത്തിയാക്കിയിട്ട് ചോറ് കഴിക്കാമെന്ന്. സമയം ഇപ്പോൾ ഏകദേശം 1:30 കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഒന്ന് അടുക്കി ഒതുക്കി വെച്ചിട്ട് കഴിക്കാം. അങ്ങനെ എല്ലാ പരിപാടികളും ഒതുക്കിയിട്ട് ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഇന്ന് നല്ല തോരൻ ഉണ്ടായിരുന്നു, കോവയ്ക്ക വെച്ചിട്ടുള്ള ഉപ്പേരി ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ട്, ചക്ക ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുറവുള്ളതെന്ന് പറഞ്ഞാൽ അച്ചാറില്ലായിരുന്നു കേട്ടോ. അച്ചാർ ഇവിടെ തീർന്നിരിക്കുവാണ്, അതിനി ഇടണം. അപ്പോൾ എനിക്ക് മടി കാരണം ഞാൻ ഇടുന്നില്ല, ഞാനാണ് ഇവിടെ അച്ചാറിടുന്നത്. പിന്നെ പൊരിച്ച മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചാറിൻ്റെ കുറവ് എന്നെ വല്ലാണ്ട് അങ്ങോട്ട് ബാധിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് മടി കാരണം അങ്ങോട്ട് ഉണ്ടാക്കാനും വയ്യ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ എന്തായാലും അച്ചാറിടാം, ഇല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല, അതാണ് എൻ്റെ ഒരു പ്രശ്നം. പിന്നെ മോരുകറി ഇവിടെ എന്നും ഉണ്ടായിരിക്കും. ഇവിടുത്തെ മോരുകറി നല്ല രസമാട്ടോ, നല്ല ടേസ്റ്റാണ്. കാര്യം നല്ല കട്ടിയുള്ള മോരുകറിയാണ്. കഴിച്ചിട്ടുള്ളവരെല്ലാം നല്ല അഭിപ്രായം പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടത്. ഇവർക്ക് പിന്നെ നല്ല സുഖ ജീവിതമാണല്ലോ, കഴിക്കുക ഉറങ്ങുക. അപ്പം ഞാൻ പോയി വെറുതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ആൾക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഉറങ്ങുന്ന സമയത്ത് ഇവരെ ഉപദ്രവിക്കാൻ ഇവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ഇപ്പം എൻ്റെ ജീവിതവും ഇവരുടെ ജീവിതവും ഒക്കെ ഏകദേശം സെയിമാണ്. ഞാനും രാവിലെ എഴുന്നേൽക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു, ഇതൊക്കെ തന്നെയാണ്. കോഴ്സ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞു, ജോലിയൊന്നും ആയില്ലെന്ന് ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി. ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് 100 ചോദ്യങ്ങൾ ഇങ്ങോട്ട് പിന്നെയും ചോദിക്കാനായിട്ടുണ്ടാവും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോവുക. നമുക്കൊരു സമയം ഉണ്ടാവും, സമയമാകുമ്പോൾ എല്ലാം ശരിയാവും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. ഓക്കെ, അപ്പോൾ വിചാരിച്ച് പോയി കുളിക്കാമെന്ന്. അപ്പോൾ ഞാൻ താളിയൊക്കെ അരച്ചിട്ടാണ് കുളിക്കുന്നത് കേട്ടോ. കാര്യം കുറേ ആയിന് മുടിയിൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്. റോസ്മേരിയുടെ ആ ഒരു വാട്ടർ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ കുറേ നാളായിട്ട് ഞാൻ അതും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം വീണ്ടും മുടി പൊഴിയാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് പൊഴിയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ താളി പോലെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാമെന്ന്. ഈ വീട്ടിലെ ഏറ്റവും കുരുത്തക്കെട്ട ആൾ ഇതാണ് കേട്ടോ. നമ്മളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കും, നഖം വെച്ചിട്ട് അള്ളും, കടിക്കും. അപ്പം ഞാനിങ്ങനെ പറയുവാണ്, ഇനി കടിച്ചു കഴിഞ്ഞാൽ ഞാൻ അടി തരും എന്നൊക്കെ. പാവം കേട്ടോ, നല്ല സ്നേഹമാണ്. അതിനിങ്ങനെ അടുത്ത് വന്ന് കിടക്കുകയൊക്കെ ചെയ്യും. എന്നതേ അള്ളി പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, അടി തരും, മിണ്ടാണ്ടിരുന്നോ, കുരുത്തക്കേട് കാണിക്കാണ്ട് എന്ന്. പാവം കേട്ടോ. വൈകിട്ടായപ്പോൾ ഞാനും അമ്മയും കൂടി പാടത്താളി വരയ്ക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇത് നമുക്ക് താളി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും കേട്ടോ, നല്ല സംഭവമാണത്. അപ്പോൾ ഇത് കുറച്ച് കാട്ടിൻ്റെ ഇടയിൽ നിൽക്കുമായിരുന്നു, പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് എടുക്കുകയാണ് ചെയ്തത്. കുറച്ചേ കിട്ടിയിട്ടുള്ളായിരുന്നു കേട്ടോ. ഇത് തേച്ചിനാൽ നല്ല തണുപ്പാണ് തലയ്ക്ക്. അപ്പോൾ ഞാൻ കുറച്ച്
പറിച്ച് വെച്ചിട്ടുണ്ട്. അമ്മയും ഞാനും കൂടി, അമ്മ എനിക്ക് പറിച്ച് തന്നത് കേട്ടോ. അപ്പം നമുക്ക് അധികമൊന്നും കിട്ടിയില്ല. ഇതങ്ങനെ എല്ലായിടത്തും ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ഈ വള്ളികളിലൊക്കെ പടർന്ന് കിടക്കും, നമുക്ക് അറിയാൻ പറ്റില്ല പെട്ടെന്ന്. ഇതാണ് അതിൻ്റെ ഇല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചെമ്പരത്തിയുടെ പൂവും കൂടെ എടുക്കാമെന്ന് കരുതി. കാര്യം പൂ കുറച്ചധികം നിൽപ്പുണ്ട്. ഇതിൽ ഇല അധികം ഇല്ലാത്തതുകൊണ്ട് ഇല എടുത്തില്ല. നമുക്കിപ്പം പാടത്താളി എടുക്കുന്ന സമയത്ത് അത് മാത്രമായിട്ട് യൂസ് ചെയ്താലും മതി. ഞാനപ്പോൾ ചെമ്പരത്തിയുടെ പൂ നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് എടുത്തതാണെന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കൈ വെച്ച് ഞെരടി എടുത്താലും മതി. ഞാൻ പിന്നെ എളുപ്പത്തിന് ചെമ്പരത്തി പൂവും കൂടെ ഉള്ളത് കൊണ്ടിട്ട് കൈ വെച്ച് ഞെരടിയില്ല, മിക്സിയിലിട്ടു. അപ്പോൾ ഇതേ വൈകിട്ട് ഇവിടെ എല്ലാവരും ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ടായപ്പോൾ ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. സമൂസ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമൂസ എനിക്ക് അധികം ഇഷ്ടമല്ലെങ്കിലും വിശക്കുമ്പോൾ ഞാൻ കഴിക്കും കേട്ടോ. അങ്ങനെയായിരുന്നു. പിന്നെ ചായ, എനിക്കൊരു ഗ്ലാസ് ചായ വേണം, ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റത്തില്ല. ഇപ്പോൾ രാവിലത്തെ ചായ കുടിപ്പൊക്കെ ഞാൻ ഏകദേശം നിർത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പാത്രം കഴുകാൻ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ് പാത്രമൊക്കെ കഴുകി ഇങ്ങനെ നമ്മൾ നല്ല ക്ലീനാക്കി വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അത് കഴുകുമായിരുന്നു. അധികമൊന്നുമില്ല കേട്ടോ, 1-2 പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ പോയിട്ട് കുളിക്കാൻ കരുതി. അപ്പോൾ ഇന്ന് നന്നായിട്ട് എണ്ണയൊക്കെ ഇട്ട് തേച്ച് താളിയൊക്കെ ഇട്ട് കുളിക്കാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് നല്ല രീതിക്ക് മുടി പൊഴിയുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ കുറേ ആയി നല്ല പൊഴിച്ചിലുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ കാച്ചിയ എണ്ണയാണ് കേട്ടോ. അപ്പം നല്ലൊരു എണ്ണയാണ്, നമുക്ക് മുടിയൊക്കെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. മുടി പൊഴിയുന്നതൊക്കെ മാറ്റും. ഞാൻ പിന്നെ ഇതങ്ങനെ എപ്പോഴും യൂസ് ചെയ്യില്ല. എനിക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോഴും ഞാൻ അധികം കെയർ ചെയ്യുന്നില്ല ഇപ്പം മുടി കേട്ടോ. ഞാൻ മാംഗ്ലൂരിൽ നിന്ന സമയത്തിനെക്കാട്ടിലും ഒക്കെ ഒട്ടും കെയർ ചെയ്യുന്നില്ല. അവിടെ നിൽക്കുമ്പോൾ ഞാൻ പിന്നെയും കെയർ ചെയ്യുമായിരുന്നു. ഇവിടെ വന്നിട്ടിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. നല്ല പൊഴിച്ചിലും ഉണ്ട്. അങ്ങനെ നമ്മുടെ താളി ഇതേ സെറ്റായിരിപ്പുണ്ട്. ഇത് നല്ല ജെല്ലി പോലെ ഇരിക്കും കേട്ടോ. കുറേ നേരം ഞാൻ വെച്ചിരുന്നു, അതാ ഇങ്ങനെ കട്ട പിടിച്ച് നല്ല രസമാണ്. നമുക്ക് കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ വഴുതി പോവും. നല്ലൊരു ടെക്സ്ചറാട്ടോ. ഇതിന് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കാം. അങ്ങനെ ഞാൻ ദേ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ തലയിൽ. ഇതിട്ട് കുളിച്ചതിൻ്റെ ഒരു എഫക്റ്റാണ്. ഈ ഒരു ഇല വീട്ടിലുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ലതാണ്. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കും പിന്നെ വിളക്കൊക്കെ കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം.